പ്രൊഫസർ കുസുമൻ ജോസഫ്, താങ്കൾക്ക് റൂബിനെ നന്നായി അറിയാം. റൂബിൻ്റെ അച്ഛൻ സഖാവ് മണിലാലിനെ നന്നായി അറിയാം. അവിടെ എന്താണ് ചാലക്കുടി പുഴയോര സംരക്ഷണ സമിതിയും നിങ്ങളുടെ ഒരുമിച്ച് പ്രവർത്തനങ്ങളും അതിരപ്പള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നന്നായി അറിയാം. അതുകൊണ്ട് റൂബിൻ ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, അവരുടെ വേദനകൾ അറിയുന്നത് റൂബിൻ്റെ പ്രശ്നമല്ല, അതാ ചോരയാണ്, മണിലാലിൻ്റെ ചോരയായതുകൊണ്ടാണ്. കുസുമൻ ടീച്ചർ. അതെ, റൂബിൻ, നിങ്ങളിപ്പോ മാധ്യമവേട്ട എന്ന് പറയുന്നു, റൂബിൻ എന്ന മാധ്യമ പ്രവർത്തകനെ പറ്റി പറയുന്നു. ശരിയാണ്, റൂബിൻ ഇപ്പോ 24-ന്റെ ഒപ്പം ഉള്ള മാധ്യമ പ്രവർത്തകൻ തന്നെ. ഞങ്ങൾക്ക് അതിനേക്കാൾ മുന്നേ റൂബിൻ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്, റൂബിൻ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്. ആദിവാസി മേഖലയിൽ വളരെ നാളായി, ദീർഘനാളായി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ആദിവാസികളുടെ സുഹൃത്താണ്, വനത്തിന്റെ സുഹൃത്താണ്, വന്യമൃഗങ്ങളുടെ സുഹൃത്താണ്, ഗംഭീരമായ ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണ്. ഈ വന്യമൃഗങ്ങളുടെ ഫോട്ടോ എടുക്കലാണ്. ഇപ്പൊ ഇന്നലെയും അയാൾ 2 പരുന്തുകൾ ഒന്നിച്ചിരിക്കുന്നതിന്റെ മനോഹരമായ ഒരു ചിത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ റൂബിൻ ലാലാണ് 2018 പ്രളയത്തിൽ നമ്മളെല്ലാവരും തകർന്നു. പക്ഷെ വനമേഖലയിൽ ആദിവാസികൾ വലിയ പ്രതിസന്ധിയിൽപ്പെട്ടത്, അവർ ദുരിതത്തിൽപ്പെട്ടത് ജനശ്രദ്ധയിലേക്ക്, പൊതുജന മധ്യത്തിലേക്ക് വന്നില്ല. ഈ അതിരപ്പള്ളിയിൽ ആനക്കയം എന്നൊരു ഭാഗമുണ്ട്. ആനക്കയം ഭാഗത്ത് താമസിക്കുന്ന ആദിവാസികൾ അന്ന് ഉരുൾപൊട്ടലിൽ, അവരൊരു വലിയ പാറയുടെ പരിസരത്താണ്. അപ്പൊ ആ ഉരുൾപൊട്ടലിൽ ഇവരുടെ ഈ ഊരിന്റെ പരിസരത്തുകൂടിയെല്ലാം ഇവരുടെ പല വീടുകളും തകർന്നുപോയി. ആളുകൾ മരിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷെ വലിയ തോതിൽ അവർ ദുരിതത്തിൽപ്പെട്ടു. അന്ന് ജില്ലാ ഭരണകൂടവും ഈ അതിരപ്പള്ളി പഞ്ചായത്തും എല്ലാം ചേർന്ന് ഈ ആദിവാസികളെ, വനം വകുപ്പും കൂടി ചേർന്ന് ആദിവാസികളെ മറ്റൊരു പാറപ്പുറത്തേക്ക് താമസിപ്പിച്ചു. ഉടനെ തന്നെ അവരെ കൃത്യമായി വൃത്തിയായി പുനരധിവസിപ്പിക്കാം എന്ന ഉറപ്പിൽ. പക്ഷെ അവരത് പാലിച്ചില്ല. 2-3 വർഷം ഈ പാറപ്പുറത്ത് ടാർപോളിൻ ഷീറ്റിന്റെ അടിയിൽ കിടന്നു കഴിഞ്ഞപ്പോ ഈ ഒരു റൂബിൻ ലാൽ മാത്രമേ ഉണ്ടായുള്ളൂ അവരെ സംരക്ഷിക്കാൻ. റൂബിൻ അവിടെ എത്തുകയും വലിയ തോതിൽ ആ വിഷയത്തിൽ ഇടപെടുകയും വനം വകുപ്പിന്റെയും പോലീസിന്റെയും പഞ്ചായത്തിന്റെയും ഭരണകൂടത്തിന്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവന്ന് അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഭൂമി കണ്ടെത്തി. പക്ഷെ അപ്പോഴും വനം വകുപ്പ് അവർക്ക് വേണ്ടതുപോലെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല, ഷെഡ് കെട്ടിക്കൊടുത്തില്ല. റൂബിൻ ലാല് ഞങ്ങളെ പോലെയുള്ള സുഹൃത്തുക്കളെ, പുറത്തുള്ള സമത എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, അത് ഇവരുടെ ഒരു ബന്ധുക്കളുമൊക്കെ അംഗങ്ങളായിട്ടുള്ള ആളുകളാണ്. ഇതെല്ലാം കൂടി ചേർന്ന് അവർക്ക് അവിടെ 10-21 ഷെഡുകൾ കെട്ടിക്കൊടുത്തു. പിന്നീട് അയാൾ ആ പ്രദേശത്തുള്ള ഈ ആദിവാസി കുട്ടികളെ സ്കൂളിൽ അയക്കാൻ, അവരുടെ രോഗങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ, അവിടെ ഇപ്പോഴും TB ഉള്ള സ്ത്രീകളുണ്ട്, ക്ഷയരോഗമുള്ള സ്ത്രീകളും കുട്ടികളുമുണ്ട്. അവരുടെ കാര്യങ്ങളിൽ അവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങി കൊടുക്കുകയാണ് അയാള്. അത്തരത്തിൽ ആദിവാസികളുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്.